ക്യുമീൻ എന്ന ഹൈഡ്രോ കാർബണിൽ നിന്നും പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. എന്താണ് ക്യുമീൻ? ക്യുമീൻ എന്നാൽ ഐസോപ്രൊപ്പൈൽ ബെൻസീൻ. ക്യുമീൻ അല്ലെങ്കിൽ ഐസോപ്രൊപ്പൈൽ ബെൻസീൻ. ഇവിടെ ഇതിൻ്റെ സ്ട്രക്ചർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഐസോപ്രൊപ്പൈൽ ബെൻസീൻ. എങ്ങനെയാണ് ക്യുമീനിൽ നിന്ന് ഫിനോൾ ഉണ്ടാക്കുന്നത്? ഇതിനായിട്ട് ക്യുമീൻ ഓൺ ഓക്സിഡേഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് എയർ ടു ഫോം ക്യുമീൻ ഹൈഡ്രോപെറോക്സൈഡ്. ക്യുമീൻ എന്ന ഹൈഡ്രോ കാർബണിന് എയറിൻ്റെ പ്രസൻസിൽ ഓക്സിഡേഷൻ സംഭവിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ക്യുമീൻ ഹൈഡ്രോപെറോക്സൈഡ് എന്ന കോമ്പൗണ്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇവിടെ ക്യുമീൻ ഹൈഡ്രോപെറോക്സൈഡിൻ്റെ സ്ട്രക്ചർ ഒന്ന് നോക്കൂ. നമുക്കറിയാം ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H2O2 അല്ലെങ്കിൽ HOOH ആണ്. ഇവിടെ ക്യുമീൻ ഹൈഡ്രോപെറോക്സൈഡിൻ്റെ സ്ട്രക്ചർ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം OOH ഗ്രൂപ്പ് പ്രസൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സ്ട്രക്ചർ ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. അപ്പോൾ ക്യുമീനിന് എയർ ഓക്സിഡേഷൻ സംഭവിച്ചുകൊണ്ട് ക്യുമീൻ ഹൈഡ്രോപെറോക്സൈഡ് ഉണ്ടാകുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ക്യുമീൻ ഹൈഡ്രോപെറോക്സൈഡിനെ ഫിനോൾ ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് വിത്ത് ആൻ ആസിഡ്. ക്യുമീൻ ഹൈഡ്രോപെറോക്സൈഡിനെ വളരെ ഡൈല്യൂട്ട് ആയിട്ടുള്ള ഒരു ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യിക്കുക. അപ്പോൾ എന്താ ഉണ്ടാവുക അവിടെ? ഹൈഡ്രോളിസിസ് അല്ലേ? ഹൈഡ്രോളിസിസ് റിയാക്ഷൻ നടക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഫിനോൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ റിയാക്ഷന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മെയിൻ പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഫിനോൾ ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് പ്രൊപ്പനോൺ അല്ലെങ്കിൽ അസറ്റോൺ എന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ട് കൂടെ ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം അസറ്റോൺ എന്ന് പറയുന്നത് നമ്മൾ ലാബുകളിലൊക്കെ ഉപയോഗിക്കുന്ന നല്ല ഒരു റിയേജൻ്റ് ആണ് അല്ലേ? പല ആവശ്യങ്ങൾക്കും ഒരു നല്ല സോൾവെൻ്റ് ആയിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന ഒന്നാണ് അസറ്റോൺ. അപ്പോൾ ഇവിടെ ഫിനോളിനെ ക്യുമീൻ അല്ലെങ്കിൽ ഐസോപ്രൊപ്പൈൽ ബെൻസീനിൽ നിന്ന് പ്രിപ്പയർ ചെയ്തെടുക്കുക വഴി ഒരു അഡീഷണൽ ആയിട്ട് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് അസറ്റോൺ കൂടെ ലഭിക്കുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന അസറ്റോണിനും നല്ല ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെത്തേഡാണ് ഈ വേൾഡ് വൈഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫിനോളിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ദ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ഫിനോൾ ഫ്രം ക്യുമീൻ ഈസ് യൂസ്ഡ് ഇൻ വേൾഡ് വൈഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഫിനോൾ. നമ്മൾ ഇതുവരെ പല മെത്തേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഫിനോളിനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു.